ഇരുട്ട് നിറഞ്ഞ ഒരു രാത്രി, ആകാശം പോലും മിണ്ടാതെ നിന്ന സമയം. ഒരു മനുഷ്യൻ മണ്ണിലിരിക്കുന്നു. ശരീരം മുറിവുകൾ കൊണ്ട് നിറഞ്ഞു. കണ്ണുകളിൽ കണ്ണീർ വറ്റിപ്പോയി. അവനൊരിക്കൽ എല്ലാമുണ്ടായവനായിരുന്നു. സമ്പത്ത്, കുടുംബം, ദൈവാനുഗ്രഹം, അങ്ങനെ എല്ലാം. പക്ഷേ ഇന്ന് ഒന്നുമില്ല. എന്തിന്, ദൈവമേ? അവന്റെ ശബ്ദം തകർന്നുപോയ ഹൃദയത്തിന്റെ വിളി പോലെ ഉയർന്നു. ഇതാണ് ഇയ്യോബിന്റെ കഥ. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ദൈവത്തെ വിട്ടുകളയാത്ത മനുഷ്യന്റെ കഥ. അവൻ ധനികനായിരുന്നു, പക്ഷേ അതിലുപരി അവൻ നീതിമാനായിരുന്നു. ദൈവത്തെ ഭയപ്പെടുകയും തെറ്റിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തവൻ. അവന്റെ വീട് സന്തോഷം നിറഞ്ഞിരുന്നു. 10 മക്കൾ, ആഘോഷങ്ങളും ചിരിയും, വളരെയധികം കന്നുകാലികൾ, സേവകർ, എല്ലാം അവന്റെ കീഴിൽ. എല്ലാം സമൃദ്ധമായിരുന്നു. പ്രതിദിനം രാവിലെ അവൻ തന്റെ മക്കൾക്കായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവമേ, ക്ഷമിക്കണം. ഒരു ദിവസം അദൃശ്യമായൊരു ലോകത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൂതന്മാർ ഒന്നിച്ചുകൂടി. അവിടെ സാത്താനുമുണ്ടായിരുന്നു. ദൈവം ചോദിച്ചു, എവിടെ നിന്നാണ് നീ വരുന്നത്? സാത്താൻ മറുപടി പറഞ്ഞു, ഭൂമിയിലൂടെ സഞ്ചരിച്ച്. അപ്പോൾ ദൈവം പറഞ്ഞു, എന്റെ ദാസനായ ഇയ്യോബിനെ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവനെപ്പോലെ നീതിമാനും സത്യസന്ധനുമായ മറ്റൊരാളില്ല. സാത്താൻ ചിരിച്ചു. അവൻ നിനക്കായി വിശ്വസ്തനാകുന്നത് അത്ഭുതമല്ല. നീ അവനെ അനുഗ്രഹിച്ചിട്ടുണ്ട്, എല്ലാം നൽകിയിട്ടുണ്ട്. അവന്റെ കയ്യിൽ നിന്ന് എല്ലാം എടുത്തുകളയൂ, അപ്പോൾ അവൻ നിന്നെ ശപിക്കും. ഒരു നിമിഷം നിശബ്ദം. പിന്നീട് ദൈവം പറഞ്ഞു, ശരി, അവനെ പരീക്ഷിക്കാൻ നിനക്ക് ഞാൻ അനുവാദം നൽകാം, പക്ഷേ അവനെ സ്പർശിക്കരുത്. അതിനുശേഷം ദുരന്തങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി വന്നു. ശത്രുക്കൾ വന്ന് അവന്റെ കന്നുകാലികളെ കവർന്നു, വേലക്കാരെ കൊന്നു. ആകാശത്തുനിന്ന് തീ വീണ് അവന്റെ ആടുകളെല്ലാം ചാരമായി. ഇതുവരെ ഇയ്യോബ് മിണ്ടാതെ നിന്നു. പക്ഷേ ഏറ്റവും വലിയ വാർത്ത ഇപ്പോഴും വരാനുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ വിറച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, നിന്റെ മക്കൾ, അവരെല്ലാം ഒരുമിച്ച് വിരുന്നു കഴിക്കുമ്പോൾ ഒരു വലിയ കാറ്റ് വീട് തകർത്തു. അവരൊക്കെ മരിച്ചു. ആ വാക്കുകൾ വായുവിൽ തങ്ങി. സമയം നിശ്ചലമായി. ഇയ്യോബ് മണ്ണിലേക്ക് വീണു. അവന്റെ ഹൃദയം തകർന്നു. അവൻ തന്റെ വസ്ത്രം കീറി, തലയിലെ മുടി മുറിച്ചു. പിന്നീട് അവൻ ദൈവത്തോട് മുഖം ചായിച്ചു. നഗ്നനായി ഞാൻ ഈ ലോകത്ത് വന്നു, നഗ്നനായി ഞാൻ മടങ്ങും. ദൈവം തന്നത് ദൈവം എടുത്തു. അവന്റെ നാമം മഹത്വപ്പെടട്ടെ. ഇത്രയും നഷ്ടമുണ്ടായിട്ടും അവൻ ദൈവത്തെ ശപിച്ചില്ല. വീണ്ടും ആ അദൃശ്യലോകത്തിൽ ദൈവം പറഞ്ഞു, ഇയ്യോബ് ഇപ്പോഴും വിശ്വസ്തനാണ്. സാത്താൻ മറുപടി പറഞ്ഞു, അവന്റെ ശരീരത്തെ തൊടൂ, അപ്പോൾ അവൻ നിന്നെ ശപിക്കും. ദൈവം പറഞ്ഞു, ശരി, പക്ഷേ അവന്റെ ജീവൻ മാത്രം എടുക്കരുത്. അതിനുശേഷം ഇയ്യോബിന്റെ ശരീരം മുഴുവൻ വേദന നിറഞ്ഞു. ഭീകരമായ വ്രണങ്ങൾ, തലമുതൽ പാദം വരെ. അവൻ ചാരം നിറഞ്ഞ മണ്ണിലിരുന്നു. ഒരു പൊട്ടിയ കല്ലെടുത്ത് തന്റെ മുറിവുകൾ ചുരണ്ടി. അവന്റെ ഭാര്യ വേദനയോടെ അവനെ നോക്കി. ഇനിയും നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുകയാണോ? അവനെ ശപിച്ചിട്ട് മരിക്കൂ. ഇയ്യോബ് അവളെ നോക്കി. കണ്ണുകളിൽ ദുഃഖം, പക്ഷേ വിശ്വാസം. നാം ദൈവത്തിൽ നിന്ന് നല്ലത് സ്വീകരിക്കുന്നുവെങ്കിൽ ചീത്തയും സ്വീകരിക്കേണ്ടതില്ലേ? അവന്റെ 3 സുഹൃത്തുക്കൾ വന്നു. അവനെ കണ്ടപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല. അവർ കരഞ്ഞു. 7 ദിവസം ആരും ഒരു വാക്കും പറഞ്ഞില്ല. അവന്റെ വേദന അത്രയും ആഴത്തിലായിരുന്നു. പിന്നീട് ഇയ്യോബ് സംസാരിച്ചു. എന്റെ ജനിച്ച ദിവസമില്ലാതെയായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അവന്റെ ഹൃദയം തകർന്നിരുന്നു. ചോദ്യങ്ങൾ, സംശയങ്ങൾ. ദൈവമേ, നീ എന്തിനെന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു? സുഹൃത്തുക്കൾ മറുപടി പറഞ്ഞു,
നീ എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടാകണം. പക്ഷേ ഇയ്യോബ് പറഞ്ഞു, ഞാൻ തെറ്റു ചെയ്തിട്ടില്ല, എന്നാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. വേദനയും വിശ്വാസവും തമ്മിലുള്ള ഒരു പോരാട്ടം അവന്റെ ഉള്ളിൽ നടന്നു. നാളുകൾ കഴിഞ്ഞു. ഒരു കാറ്റുവീശി, ഒരു ശബ്ദം ആകാശത്തിൽ നിന്ന്. ദൈവം സംസാരിച്ചു. ഭൂമിയുടെ അടിസ്ഥാനം ഞാൻ സ്ഥാപിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? സമുദ്രത്തെ അതിന്റെ അതിരുകളിൽ പിടിച്ചു നിർത്തിയതാരാണ്? ചോദ്യങ്ങൾ. മനുഷ്യന്റെ ബുദ്ധിയെ അതിരുകൾക്കപ്പുറം കൊണ്ടുപോയ ചോദ്യങ്ങൾ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചും മൃഗങ്ങളെയും പക്ഷികളെയും പരിപാലിക്കുന്നതിനെക്കുറിച്ചും ദൈവം അവനോട് ചോദിച്ചു. ഇയ്യോബ് നിശ്ശബ്ദനായി. ദൈവത്തിന്റെ വലിയ ജ്ഞാനത്തിനു മുൻപിൽ താൻ ഒന്നുമല്ലെന്ന് ഇയ്യോബ് തിരിച്ചറിഞ്ഞു. താൻ അറിയാതെ പറഞ്ഞുപോയ വാക്കുകൾക്ക് അവൻ ദൈവത്തോട് മാപ്പപേക്ഷിച്ചു. അവൻ തലകുനിച്ചു. ഞാൻ സംസാരിച്ചത് ഞാൻ മനസ്സിലാക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ ഞാൻ നിന്നെ കാണുന്നു. അതുകൊണ്ട് ഞാൻ മണ്ണിലും ചാരത്തിലും അനുതപിക്കുന്നു. അപ്പോൾ എല്ലാം മാറി. ദൈവം ഇയ്യോബിനെ വീണ്ടും അനുഗ്രഹിച്ചു. അവനു നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി നൽകി. പുതിയ കുടുംബം, പുതിയ സന്തോഷം. പക്ഷേ ഇപ്രാവശ്യം അവന്റെ വിശ്വാസം കൂടുതൽ ആഴത്തിലായിരുന്നു. ഇരുട്ടുനിറഞ്ഞ രാത്രിയിൽ മണ്ണിലിരുന്ന ആ മനുഷ്യൻ അവനൊടുവിൽ തിരിച്ചറിഞ്ഞു, ദൈവം ഒരിക്കലും അവനെ വിട്ടുകളഞ്ഞിട്ടില്ലെന്ന്. നമ്മുടെ ജീവിതത്തിലും വേദനകൾ വരാം, നഷ്ടങ്ങൾ വരാം. ചിലപ്പോൾ നമ്മൾ ചോദിക്കും, എന്തിന്? പക്ഷേ ഇയ്യോബിന്റെ കഥ നമ്മോട് പറയുന്നു, ഉത്തരം കിട്ടാതിരുന്നാലും ദൈവത്തിൽ വിശ്വസിക്കുന്നത് നഷ്ടപ്പെടരുത്. കാരണം ഇരുട്ടിനുശേഷം വെളിച്ചം ഉറപ്പാണ്. ഇത് ഇയ്യോബിന്റെ കഥയാണ്. വേദനയിലൂടെ കടന്നുപോയെങ്കിലും വിശ്വാസത്തിൽ ജയിച്ച മനുഷ്യന്റെ കഥ.